ഇതാണ് ഹൈ റേഞ്ചിന്റെ റാണി ഏലക്കായ. ഇതിന്റെ വിളവെടുപ്പ് നമുക്കൊന്ന് കണ്ടാലോ? ഏലക്ക കൊണ്ടുവന്നത് നമ്മുടെ ചാക്കിലേക്ക് അങ്ങ് ഇടുക അല്ലേ? ചാക്കിലേക്ക് നിറയ്ക്കുവാണ്. അങ്ങനെ ഫൈനലി ഗ്രേഡിങ് എല്ലാം കഴിഞ്ഞ് ഏലക്ക അതെ ഫുൾ അടുക്കിയിട്ടേക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയാമോ? ഇതേ എൻ്റെ നാടായ ഇടുക്കിയിലെ ഏലക്ക എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് എന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അയൽവക്കം ആയ സുഹൃത്തിൻ്റെ ഏലത്തോട്ടം കട്ടപ്പനയിലുണ്ട്. അവിടെ പോയാണ് ഈ ഏലക്ക എങ്ങനെയാണ് പറിക്കുന്നത്, അതിനെ പ്രോസസ്സ് ചെയ്യുകയും ഉണങ്ങുകയും അതിൻ്റെ വിപണനങ്ങളൊക്കെ ആണ് നമ്മളിത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നേരെ ഏലത്തോട്ടത്തിൽ പോയി നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ റോയിച്ചേട്ടന്, എൻ്റെ തൊട്ട അയൽവാസിയാണ്. വർഷങ്ങളോളം പരിചയമുള്ള നമ്മുടെ റോയിച്ചേട്ടൻ്റെ കട്ടപ്പനയിലെ തോട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇടുക്കിയിലെ കട്ടപ്പന, കുമളി അങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മുടെ ഏലകൃഷി ഏറ്റവും കൂടുതലായിട്ട് അനുയോജ്യമായ ക്ലൈമറ്റും സ്ഥലങ്ങളും. അപ്പോൾ റോയിച്ചേട്ടാ, നമുക്ക് ഈ ഏലക്ക പറിക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും മൊത്തം കാര്യങ്ങൾ നമ്മളിന്ന് കാട്ടിത്തരാമല്ലോ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്? ഇപ്പൊ നമ്മൾ ഏലക്ക എടുക്കുന്ന സമയം എടുക്കുന്നത് കാണാം. അപ്പൊ പണിക്കാരൊക്കെ വന്നോ? പണിക്കാരുണ്ട്. അപ്പൊ നേരെ നമുക്ക് പറമ്പിൽ പോയി നമുക്ക് നേരെ പണികളും കാര്യങ്ങളും എല്ലാം കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസ്സിങ്ങും. നമ്മുടെ ഏലത്തോട്ടത്തിൽ ഇതേ പണികളെല്ലാം തുടങ്ങി കേട്ടോ. ഇതേ ഏലക്ക ചേച്ചിമാരെല്ലാം നിന്ന് എടുക്കാൻ തുടങ്ങി. റോയിച്ചേട്ടാ, ഈ ഒരു ഏലത്തിന്റെ ഈ ഒരു ശരത്തേല് ഈ ഏലക്ക ഫുള്ളായിട്ട് അങ്ങ് എടുക്കുവാണോ, അതെയോ എത്ര കാലഘട്ടത്തിലാണ് ഇത് എടുത്ത് മൊത്തം തീർക്കുന്നത്? ഇത് ഇപ്പം ഞങ്ങൾ രണ്ടാം എടുക്കലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ ഓരോ ശരത്തിലും ഉള്ളതിനകത്ത് 1, 2, 3 കാ മാത്രമേ അങ്ങനെ എത്ര മാസം കൊണ്ട് ഇത് എടുത്ത് തീർക്കുന്നത്? ഇതെല്ലാ 45 ദിവസം കൂടുമ്പോഴും കായ എടുക്കാനുണ്ടാവും. കായ എടുക്കും. വർഷത്തിൽ ഒരു 6 എടുപ്പാണ് പ്രതീക്ഷ. 6 എടുപ്പ് അതോടെ നമ്മുടെ ഈ ശരത്തേൽ ഈ വർഷത്തെ തീരും. അപ്പം ഏലക്ക ഇത് ഫുള്ള് പറിച്ച് ഇത് ചേച്ചിമാര് ബക്കറ്റിലേക്ക് ഇടുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. തോട്ടത്തിൽ നിൽക്കുന്ന ഒരു മരം കണ്ടോ? ഇതിനൊരു 350-400 വർഷത്തെ പഴക്കമുണ്ട്. ഇതിൻ്റെ വണ്ണം ഏതാണ്ടൊരു 300 ഇഞ്ചിൽ കവിയായിരുന്നു. 4-5 പേര് പിടിച്ചാലേ അത് വട്ടം എത്തുള്ളൂ. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഏലകൃഷിക്ക് ഉയരമുള്ള നല്ല തണൽ വേണം, പൊങ്ങിയ തണൽ വേണം, അല്ലെങ്കിൽ ഏലത്തിന് കേടുവരും. അതുകൊണ്ട് ഒരു വൃക്ഷങ്ങളുടെയും എരമ്പ് കൂടുതൽ വെട്ടി നമ്മൾ നശിപ്പിക്കില്ല. ആ കാണുന്ന മരമുണ്ടല്ലോ, അതുപോലെ ഒരുപാട് വലിയ വൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിലുള്ള എരമ്പുകൾ കൊത്തിക്കളയില്ല, താഴെയുള്ള ശീലകളൊക്കെ കൊത്തി വെളിച്ചം നന്നായിട്ട് കിട്ടാവുന്ന രീതിയിൽ എല്ലാം വെട്ടി ഭംഗിയായിട്ട് നിർത്തും. കാരണം ഉയർന്ന നിഴല്, തണല് ഇത് ഏലത്തിന് വളരെ ആവശ്യമാണ്. ഇപ്പോഴ് നമ്മളെൻ്റെ തോട്ടത്തിന് നടുക്കുള്ള ഒരു ഏറുമാടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പണിക്കാർ പണിയുന്നതും ഇനി മൃഗങ്ങൾ എന്തെങ്കിലും ശല്യം ചെയ്യാൻ വന്നാലും ഒക്കെ നമുക്കത് കാണാനും അതിനെ തിരുത്തി ഓടിക്കാനും ഒക്കെ പറ്റും. പക്ഷെ നല്ല വ്യൂ, ഇത് നല്ലൊരു വ്യൂ പോയിന്റാണ്. ഈ ഏരിയ മുഴുവനും വളരെ വ്യക്തമായിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് ഭംഗിയായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റും.
ഏലക്ക കൊണ്ടുവന്നത് നമ്മുടെ ചാക്കിലേക്ക് അങ്ങ് ഇടുക അല്ലേ? ആ, ചാക്കിലേക്ക് നിറയ്ക്കുവാണ്. ഇനി ഇത് നമുക്ക് ഡ്രയറിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഡ്രയറിലേക്ക് ഒരു ദിവസം നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന അന്നേരം തന്നെ കൊണ്ടുപോകാം. ഓരോ ദിവസവും എടുക്കുന്ന, അല്ലെങ്കിൽ ഇതിന്റെ കളറൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് അന്നന്ന് ഡ്രയറിൽ കൊടുത്ത് കഴുകി ഡ്രയറിൽ കയറ്റണം. ഡ്രയറിൽ കയറ്റണം അല്ലേ? ഏലക്ക പറിച്ചതെല്ലാം ചാക്കിൽ നിറച്ചു കേട്ടോ. ഇതിപ്പം ഒരു എത്ര കിലോ വേണം? 50 കിലോ. 50 കിലോ. ഇനി വേറെ ഇരിപ്പുണ്ട് പറമ്പിൽ. ഇതെല്ലാം കൂടെ നമ്മൾ നേരെ ഡ്രയർ മെഷീൻ കൊണ്ടുപോകും അല്ലേ? നേരെ ഡ്രയറിൽ കൊണ്ടുപോയി അവിടെ തൂക്കി ക്ലീൻ ചെയ്ത് ഡ്രയറിലേക്ക് കയറ്റും. അടുത്തതുണ്ടല്ലോ ഇനി ഈ ഏലക്ക കൊണ്ട് ഡ്രയർ മെഷീനിൽ കൊണ്ട് വാഷ് ചെയ്ത് ഇനി ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ആ കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. ഏലക്ക ഫുള്ള് തൂക്കി കേട്ടോ. തൂക്കമൊക്കെ കണ്ടു, എല്ലാം കുറിച്ച് വെച്ചു. അതിനുശേഷം ഈ ഏലക്ക ഉണ്ടല്ലോ, ചെളിയുടെ അംശങ്ങളെല്ലാം കാണും. അത് കഴുകി നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത് ഈ ഒരു മെഷീനിലാണ്. അപ്പോൾ അടുത്ത കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഏലക്ക നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. വാഷ് ചെയ്ത് വെള്ളം വലിഞ്ഞ് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടാണ് ഡ്രയർ മെഷീനിലേക്ക് കൊണ്ടിടുന്നത്. അങ്ങനെ ഏലക്ക ഡ്രയർ മെഷീനിൽ കഴുകുമ്പോൾ കണ്ടോ നല്ലതുപോലെ ചെളി വന്ന് പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എത്രമാത്രം ചെളി ഉണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ചെളിയെല്ലാം കഴുകി ക്ലിയർ ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രയർ മെഷീനിൽ നിന്ന് നമ്മളിത് ഏലക്ക നല്ലതുപോലെ തുറന്നെടുക്കും. തുറന്നെടുത്ത ശേഷം വെള്ളം വലിയാൻ വേണ്ടി നമ്മളിത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഡ്രയർ മെഷീനിലേക്ക് വീണ്ടും കൊണ്ട് ഇടുകയാണ് ചെയ്യാൻ പോകുന്നത്.
വാഷിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഡ്രയർ മെഷീനിലേക്ക് കൊണ്ടിടും അല്ലേ? വാഷ് ചെയ്ത് കിട്ടുന്ന കായാണ് ഡ്രയർ മെഷീനിലേക്കാണ് ഡയറക്റ്റ് വരുന്നത്. ഈ ഡ്രയർ മെഷീനിലേക്ക് ഇതാണ് ഈ ഡ്രയർ മെഷീൻ ഫുള്ളിട്ട് നിരത്തിയിടും അല്ലേ? ഇത് എത്ര മണിക്കൂർ ഇത് ഹീറ്റ് കൊടുക്കുന്നുണ്ട്? 20 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. 19-20 മണിക്കൂർ. 20 മണിക്കൂർ. ഇതിനകത്തൊരു 750 കിലോയാണ് ഒരു ദിവസം ഉണങ്ങാൻ പറ്റുന്നത്. ഒരു ദിവസം ഈ ഡ്രയർ മെഷീന്റെ 750 കിലോ. 750 കിലോ. അപ്പൊ അത് പലരുടേത് കാണും. ചിലർക്ക് 100 കിലോ ആയിരിക്കും, ചിലർക്ക് 150 കിലോ ആയിരിക്കും. അപ്പൊ ഓരോ ലെയർ വിട്ടിട്ട് ഇങ്ങനെയുള്ള ഈ നെറ്റ് അതിങ്ങൾ വിരിച്ചിടും. നെറ്റ് വിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിലേക്കാണ് എന്നിട്ട് അവരുടെ പേര് എഴുതിയിടും അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ ഇടും. അങ്ങനെ ലെയറുകൾ അടുക്കി ഒരു 750 കിലോ ആയി കഴിയുമ്പോൾ ഡ്രയർ മെഷീൻ അങ്ങ് അടയ്ക്കും. പിന്നെ എത്ര മണിക്കൂർ? 20 മണിക്കൂറാണ്. അത് ചിലപ്പോൾ 19 മണിക്കൂർ കൊണ്ടും ആവും. അപ്പൊ അതിന് ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ആണ് തുടക്കം. 50 ഡിഗ്രി സെൽഷ്യസ്. ഒരു 72-75 മതി ഫൈനൽ. അപ്പോഴേക്കും ഉണങ്ങി തീർന്നു. ഒരു 20 മണിക്കൂറിന്റെ ഇടയ്ക്ക് പണി തീരും. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. 20 മണിക്കൂറിന് ശേഷം നമ്മൾ ഡ്രയർ മെഷീൻ അങ്ങ് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് ഇതിന്റെ അകത്തെ ഏലക്ക എല്ലാം എടുത്ത ഒരു പോളിഷിംഗ് മെഷീൻ ഉണ്ട്. ആ പോളിഷിംഗ് മെഷീനിലിട്ട് അതിന്റെ അകത്തെ പൊടികളൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ പാക്ക് ചെയ്യുന്ന പണികളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഉണങ്ങിയെടുത്ത ഏലക്ക ഡ്രയർ മെഷീനിൽ നിന്ന് നേരെ ഇതിലേക്ക് കൊണ്ടിടും. ഇട്ട് കഴിഞ്ഞിട്ട് ഈ മെഷീൻ ഓണാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തേക്ക് ഫുള്ള് പൊടി ഇതിന്റെ ഏറ്റവും അടിഭാഗത്ത് പോകും. പോയതിനു ശേഷം നമ്മളിത് ഈ ഒരു ട്രേ ഉണ്ടല്ലോ, ഈ ട്രേ ഇതിന്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ മെഷീൻ ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ഏലക്ക ഫുള്ള് ഇതിന്റെ അകത്തേക്ക് വീഴും. എന്നിട്ട് ഈ ഏലക്കായ എടുത്ത് ഇവിടെ ഒരു ചാക്കിലേക്ക് കൊട്ടിയിടും. അങ്ങനെ ഏലക്ക ഇതിന്റെ പോളിഷിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ചാക്കിലിട്ടു. ഇപ്പൊ ഈ ഏലക്ക വിപണനത്തിന് കറക്റ്റ് ആയോ? ഈ ഏലക്ക ഇപ്പൊ വിപണനത്തിന് റെഡിയാണ്. പക്ഷെ ഇത് ഗ്രേഡ് ചെയ്യുകയും സോർട്ട് ചെയ്യുകയും ചെയ്താൽ വിലയിൽ നമുക്ക് വലിയ വ്യത്യാസം കിട്ടും. അപ്പൊ ഇത് ഗ്രേഡ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടാലോ? ഗ്രേഡിങ്ങിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ആദ്യം സോർട്ട് ചെയ്യണം. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കംപ്ലൈന്റ് ഉള്ള കായെല്ലാം അങ്ങ് മാറ്റും. ഈ ചൊറി പിടിച്ച കായ അതെല്ലാം മാറ്റി അപ്പോൾ പിന്നെ അത് നമ്പർ 8, 7, 5, 6 അങ്ങനെ അവനെ ഗ്രേഡ് ചെയ്യണം. ഗ്രേഡ് തിരിക്കും. അപ്പൊ സെലക്ഷൻ ഗ്രേഡിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്നാ സെലക്ഷൻ ഗ്രേഡിംഗും കൂടെ ഒന്ന് കണ്ടു കളയാം. അപ്പോഴേ നമ്മൾ ഡ്രയറിൽ ഉണങ്ങി പോളിഷ് ചെയ്ത കായാണ് സോർട്ടിംഗ് മെഷീനിലേക്ക് വരുന്നത്. ഇതാണ് സോർട്ടിംഗ് മെഷീൻ. അപ്പോൾ അതിനകത്ത് ചൊറിയ പൊടി അങ്ങനെയുള്ള കായെല്ലാം സോർട്ട് ചെയ്യും ഈ മെഷീനിൽ.
ഇതാണ് ഗ്രേഡിംഗ് മെഷീൻ. ഇവിടെ അവിടെ സോർട്ട് ചെയ്ത് വന്ന മോശം സാധനം അവിടെ മാറ്റി വെച്ചു, ക്വാളിറ്റി കുറവുള്ളത്, കൊള്ളാവുന്ന ഐറ്റംസ് അത് തന്നെ ഇവിടെ ഗ്രേഡ് ചെയ്യുന്നതിനകത്ത് ഇത് 8.5 mm വലിപ്പമുള്ളത് മാത്രമേ ഈ സെക്ഷനിൽ വീഴും. ഇത് 8 mm ആണ് ഈ ബക്കറ്റിലിട്ട് വീഴുന്നത്. ഇത് 7.5 mm ആണ്. ഇത് 7 mm അതിനോടനുബന്ധിച്ചിട്ടുള്ള പാം, അതായത് 6.5 7. ഇത് തീരെ പൊടിയും 6-ൽ താഴെയുള്ള 5 mm ഇതിനകത്ത് വരുന്നത്. ഏറ്റവും ബോൾട്ട് കായാണിത്. അങ്ങനെ ഫൈനലി ഇത് ഏലക്ക ഗ്രേഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് ക്ലിയറായി നമ്മുടെ കയ്യിൽ കിട്ടിയ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഈ ഏലക്കായുടെ വിപണനത്തിനെ കുറിച്ചാണ് നമ്മളിത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഏലക്കായുടെ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് കേട്ടോ. ഏലക്കായുടെ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതായത് കർഷകരും വ്യാപാരിയും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിലയിലെ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടെത്തി അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഗുണം. ഈ ഏലക്കായുടെ മെയിനായിട്ടുള്ള ഈ ഓപ്ഷൻ ട്രേഡിംഗ് നടക്കുന്നത് പുറ്റടിയിലെ സ്പൈസസ് പാർക്കിലും മറ്റൊന്ന് ബോഡി നായ്ക്കന്നൂരിലെ ഈ ലേല കേന്ദ്രത്തിലുമാണ്. ഏലക്കായുടെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നേരിട്ട് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മോഡിറ്റി ബ്രോക്കറേജ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ ഓപ്ഷൻ ലേലത്തിൽ പങ്കെടുക്കുവാൻ സ്പൈസസ് ബോർഡിന്റെ ലൈസൻസും വ്യാപാരിയോ കർഷകരോ അല്ലെങ്കിൽ അംഗീകൃത കമ്പനിയോ ആയിരിക്കണം. സാധാരണക്കാർക്ക് ബ്രോക്കർമാർ വഴിയാണ് കൂടുതലും ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഫൈനലി ഗ്രേഡിംഗ് എല്ലാം കഴിഞ്ഞ് ഏലക്ക അതെ ഫുൾ അടുക്കിയിട്ടേക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. സ്റ്റോറിൽ ഇനി കൊണ്ട് സൂക്ഷിക്കുകയാണ്. ഇത് നമ്മുടെ വീടുകളിലൊന്നും ഇവർ സൂക്ഷിക്കാറില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ സ്റ്റോറുകളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ് ഇതിന്റെ അകത്ത്. ഇവിടെ തണുപ്പ് കയറില്ല. ഇപ്പൊ റോയ് ചേട്ടന്റെ ഏലക്ക സാധാരണ എന്താ ചെയ്യുന്നത്? ഞാൻ ഡ്രയറിൽ ഉണങ്ങി ഗ്രേഡിങ്ങും സോർട്ടിങ്ങും കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഡ്രയറുകളിൽ സ്റ്റോക്ക് ചെയ്യും. ഇവിടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഏലക്കായ്ക്ക് നിറം പോകും. അങ്ങനെ പല പ്രശ്നങ്ങളും. പ്രൈസ് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് വരുമ്പോഴല്ലേ നമ്മൾ വിൽക്കുന്നുള്ളൂ. അതുവരെ ചിലപ്പോൾ മാസങ്ങളോളം നമ്മൾ ഇവിടെ സൂക്ഷിച്ച് വെക്കും. അപ്പൊ ഏലത്തിന്റെ നിറം പോകരുത്, അതിനുവേണ്ടി നമ്മൾ സ്റ്റോറുകളിലാണ് സൂക്ഷിക്കുന്നത്. അപ്പം റോയ് ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാരേലും നമ്മുടെ ഏലക്ക വേണമെങ്കിൽ എന്ത് ചെയ്യും? താഴെ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും. ഹൈ റേഞ്ചിന്റെ റാണി, അത് തന്നെ ഹൈ റേഞ്ചിന്റെ റാണിയായ ഈ ഏലക്ക വേണ്ടവരതെ നമ്മുടെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പം കോണ്ടാക്ട് ചെയ്യുക. അത് എങ്ങനെയാണ് നമ്മുടെ ഏലക്ക പ്രോസസ്സ് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.